വയനാട് ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് കാരാപ്പുഴ ഡാം. വിശാലമായ വൃഷ്ടിപ്രദേശവും പച്ചപ്പ് നിറഞ്ഞ കൊച്ചു കൊച്ചു ദ്വീപുകളുമായുള്ള പ്രകൃതി ഭംഗി നിറഞ്ഞ ഇവിടം ആകർഷകമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ജില്ലയിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമായ എടയ്ക്കൽ ഗുഹ മലനിരകൾ കാണാം. 5 കിലോമീറ്റർ ദൂരമാണ് അവിടേക്കുള്ളത്. കോഴിക്കോട് മൈസൂർ നാഷണൽ ഹൈവേയിൽ കാക്കവയലിൽ നിന്നും തിരിഞ്ഞ് കാരാപ്പുഴ റോഡിലേക്ക് 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ഇതാണ് ഡാമിൻ്റെ പ്രധാന കവാടം. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്. ഇവിടെ നിന്നും പ്രവേശന ടിക്കറ്റ് എടുത്ത് അകത്തു കയറാം. ഉള്ളിലേക്ക് കയറിയാൽ സിപ്പ് ലൈൻ, മറ്റ് റൈഡുകൾ എന്നിവയുടെ ടിക്കറ്റ് ലഭിക്കുന്ന ബോർഡ് കാണാം. സിപ്പ് ലൈനിൽ കയറുന്നവർ ടിക്കറ്റ് എടുത്ത ശേഷം പുറത്തേക്ക് വന്ന് നിൽക്കണം. അവർക്കായി ഡാമിൻ്റെ മറുവശത്തുള്ള സിപ്പ് ലൈൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുവാനായി വാഹനം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈൻ ആണിത്. 605 മീറ്ററാണ് സിപ്പ് ലൈനിൻ്റെ നീളം. സഞ്ചാരികൾക്ക് ആവശ്യമായ സാധനങ്ങൾ വിൽക്കുന്ന ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ വഴിനീളമുണ്ട്. വിപുലമായ പാർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട്. സിപ്പ് ലൈൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഈ വഴിയാണ് പോകുന്നത്. അമ്പലവയൽ, എടയ്ക്കൽ ഗുഹ തുടങ്ങിയ ഇടങ്ങളിലേക്ക് ഈ റോഡ് മാർഗം പോകാം. ഇതാണ് കാരാപ്പുഴ നദി. കബനി നദിയുടെ പോഷക നദിയായ ഈ പുഴയ്ക്ക് കുറുകെയാണ് ഈ എർത്ത് ഡാം നിർമ്മിച്ചിട്ടുള്ളത്. പ്രധാനമായും ജലസേചനത്തിനായി നിർമ്മിച്ച ഈ ഡാമിന് 28 മീറ്റർ ഉയരവും 625 മീറ്റർ നീളവുമുണ്ട്. 1977 നിർമ്മാണം ആരംഭിച്ച ഡാം 2004 ആണ് തുറന്നു കൊടുത്തത്. കേരള ജലസേചന വകുപ്പിനാണ് ഡാമിൻ്റെ പരിപാലന ചുമതല. ഇതാണ് ഡാമിൻ്റെ സ്പിൽവേ. സ്പിൽവേയുടെ അടുത്തായിട്ടുള്ള കുന്നിൻ മുകളിലാണ് സിപ്പ് ലൈൻ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ ഭാഗത്തു നിന്നും ആരംഭിച്ച് പാർക്കിലെത്തുന്ന തരത്തിലാണ് സിപ്പ് ലൈൻ ക്രമീകരിച്ചിരിക്കുന്നത്. സിപ്പ് ലൈൻ സഞ്ചാരികൾക്ക് ഡാമിൻ്റെയും പച്ചപ്പ് നിറഞ്ഞ താഴ്ഭാഗത്തിൻ്റെയും ഭംഗി ആസ്വദിക്കാം. സിപ്പ് ലൈൻ ഉപയോഗിക്കാതെയുള്ള സഞ്ചാരികൾക്ക് ഈ വഴി നേരെ പാർക്കിലേക്ക് പ്രവേശിക്കാം. വളരെ മനോഹരമായും ചിട്ടയായും ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നു. വിശാലമായ പുൽത്തകിടികൾ, ഫോട്ടോഷൂട്ടിന് പറ്റിയ ഹരിതാപമായ കാഴ്ചകൾ. സഞ്ചാരികൾ കുടുംബസമേതം വന്ന് പുൽത്തകിടിയിൽ അവരുടെ യാത്ര ആസ്വദിക്കുന്ന കാഴ്ചയാണിത്. പൂക്കളുടെ വിസ്മയം. കാഴ്ചയിൽ മനോഹരമായ പൂക്കളും ചെടികളും വെച്ച് പിടിപ്പിച്ച് ആകർഷകമായ ദൃശ്യഭംഗി നൽകിയിരിക്കുന്നു. ശാന്തവും പ്രകൃതിരമണീയവുമായ അന്തരീക്ഷം. സ്റ്റിൽ ക്യാമറ, വീഡിയോ ക്യാമറ, ഔട്ട്ഡോർ ഷൂട്ടിംഗ് എന്നിവ ചെറിയ ഫീസ് ഈടാക്കി ഇവിടെ അനുവദിക്കുന്നുണ്ട്. ചെടികളുടെയും പൂക്കളുടെയും ചിട്ടയായ പരിപാലനം. ഏതു സീസണിലും ഇവിടെ സന്ദർശിക്കാമെന്നുള്ളത് കാരാപ്പുഴയുടെ മാത്രം പ്രത്യേകതയാണ്. പക്ഷി മൃഗാദികളുടെ രൂപത്തിലും വള്ളത്തിൻ്റെ രൂപത്തിലും മറ്റും ബുഷ് ചെടികൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു. കുട്ടികൾക്കായുള്ള വിവിധ തരം വിനോദ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്ലൈഡ് ഗെയിം കുട്ടികൾ ആസ്വദിക്കുന്നത് കാണാം. ഇതാണ് പ്ലേ ഗ്രൗണ്ട് ക്ലൈംബ്, കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള വിനോദം. നൂതനമായ രീതിയിലുള്ള ട്രാംപോലിൻ പാർക്ക്. ട്രാംപോലിൻ പാർക്കിലും വളരെ ചെറിയ തുക ഫീസായി ഈടാക്കുന്നുണ്ട്. ഇതാണ് VR സോൺ. ഇവിടെ വിർച്വൽ റിയാലിറ്റി ആസ്വദിക്കാം. അതിനായും പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. 360 ഡിഗ്രി സെൽഫി സൗകര്യം ഫ്രീ ആയി ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ ഫ്ലൈയിങ് ചെയർ. ആനന്ദകരമായ ഒരു റൈഡാണിത്. ജെയിൻ സിംഗ്. ദക്ഷിണേന്ത്യയിലെ തന്നെ വലിയ ജെയിൻ സിംഗ് ആണ് ഇവിടെയുള്ളത്. സാഹസികരായ സഞ്ചാരികൾക്ക് ഏറെ പ്രിയമുള്ള ഒന്നാണിത്. കാഴ്ചക്കാരായി നിൽക്കുന്നവർക്കും ആസ്വാദികരം തന്നെ.
ട്വിസ്റ്റർ റൈഡ്. ദക്ഷിണേന്ത്യയിലെ ഒരേ ഒരു ട്വിസ്റ്റർ റൈഡ് എന്ന് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സഞ്ചാരികൾ ഇതിൽ കയറി ഈ റൈഡ് ആസ്വദിക്കുന്നതാണ് നാം കാണുന്നത്. മറ്റൊരു പ്രത്യേകതയാണ് സ്പേസ് ടവർ. സ്പീഡ് കുറച്ചും കൂട്ടിയും വളരെ ആസ്വാദികരമായി ഇത് പ്രവർത്തിപ്പിക്കുന്നു. വളരെയധികം ആനന്ദകരമായ ഒരു റൈഡ്. വളരെ ഉയരത്തിലുള്ള വാച്ച് ടവർ. ഇവിടെ നിന്ന് നോക്കിയാൽ ഡാമിൻ്റെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കാം. വളരെ മനോഹരമായൊരു കാഴ്ചയാണിത്. താഴേക്കിറങ്ങി അല്പദൂരം നടന്നാൽ തടയണയ്ക്ക് കുറച്ചുകൂടി അടുത്തായി നിന്ന് ഡാമിൻ്റെ ഭംഗി മുഴുവനായും ആസ്വദിക്കാം. ഇടയ്ക്കൽ ഗുഹ മലനിരകളാണ് അങ്ങ് ദൂരെയായി കാണുന്നത്. ഡാമിൻ്റെ മുഴുവൻ ദൃശ്യഭംഗിയും റൈഡുകളും ആസ്വദിച്ച് സഞ്ചാരികൾക്ക് മടങ്ങാം. കോഴിക്കോട് നിന്നും കാരാപ്പുഴ ഡാം സന്ദർശിക്കുന്ന തരത്തിൽ ഒരുക്കിയ സ്പെഷ്യൽ KSRTC ബസ്സുകളാണിത്. തികച്ചും ആസ്വാദികരമായ ഒരു യാത്രാനുഭവം ആയിരിക്കും കാരാപ്പുഴ സന്ദർശനം. എല്ലാ യാത്രികർക്കും ശുഭയാത്ര ആശംസിക്കുന്നു.